ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 3 മണി 3:30 ആയിട്ടുണ്ടാവും. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വെയിലൊക്കെ ഒന്ന് ആറുന്ന ടൈമല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ പോവുകയാണെങ്കിൽ ടാനും കാര്യങ്ങളൊന്നും അടിക്കൂലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പുറത്ത് പോവുകയാണ്. ഇതൊരു പ്രേതാലയമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ നടക്കുകയാണ്. ബസ്സിന് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ബസ് കയറാൻ കുറച്ചങ്ങോട്ട് നടക്കണം, കുറച്ചുള്ളൂ കേട്ടോ, അങ്ങനെ ഏറെ കൂടുതലൊന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ വെയിലിൻ്റെ അവിടെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്തായാലും, നോക്കി നോക്ക് കേട്ടോ ഗൈസ്. അപ്പോൾ അമ്മ ബാക്കിൽ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിൽ ഞങ്ങൾ നാളെ സ്പീഡിൽ നടന്നിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പം അമ്മ എന്തായാലും ബാക്കിലുണ്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരാൾ സൺകിസഡൊക്കെ ആയിട്ടിരിക്കുന്നത്. ഞാൻ എത്തിച്ച് നോക്കി, പക്ഷെ എനിക്ക് കിട്ടണില്ല. ഷോപ്പിങ്ങിന് ഇങ്ങടെ പോണെച്ചാൽ എടപ്പാളിക്കാണ് പോണത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വ്ളോഗ് സ്കിപ്പ് ചെയ്യാണ്ട് കാണ്. എടപ്പാൾ എന്തായാലും ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഒന്നും ഇങ്ങനെ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇടാനില്ലാത്തതുകൊണ്ടാണ് ഞാനപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളും ഇട്ട് പുറത്തു പോവല്ലേ എന്തായാലും അപ്പം ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പറഞ്ഞാൽ ഞങ്ങൾ അമ്മയ്ക്ക് ബ്ലൗസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് അടിക്കുന്ന ഒരു ഷോപ്പാണിത് കേട്ടോ, ടൈലറിങ് ഷോപ്പാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ അടിപ്പിച്ച് തരും അവർ. അപ്പോൾ എൻ്റെ കുറേ ഡ്രസ്സുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രസത്തിൽ അവിടുത്തെ ചേച്ചി പിന്നെ ഒരു ചേട്ടൻ്റെ നല്ല രീതിയിൽ അടിച്ചു തരും കേട്ടോ. പോയിട്ട് ഞങ്ങൾ ഇവിടെ തയ്ക്കാൻ കൊടുത്തിട്ട് അവർക്ക് ഞങ്ങളെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുഖം നല്ല പരിചയമാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് പോയി കൊടുക്കാറുണ്ടല്ലോ തയ്ക്കാൻ. അതുകൊണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പർപ്പിളിൽ കയറിയായിരുന്നു. അപ്പോൾ പർപ്പിളിൽ കയറിയിട്ട് ഞാൻ എന്താ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കാണ് മെയിനായിട്ട് മേടിക്കാൻ വേണ്ടി ഞാൻ ചെന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ ബോഡി ലോഷൻ വാങ്ങിച്ചു, അതുപോലെ തന്നെ സൺസ്ക്രീൻ വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ച് ഈ ലിപ്സ്റ്റിക്ക് തന്നെ ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ് ഞാൻ വാങ്ങിച്ചത്. കുറേ ഇട്ട് നോക്കി, കുറേ ഇട്ടിട്ട് മൊത്തം ചുണ്ടിൽ തന്നെ കളർ ഏതാണെന്ന് മനസ്സിലാവണില്ല, അമ്മാതിയായിപ്പോയി. ഏതായാലും ഞാനൊരു റെഡിഷ് കളറാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ കടയിൽ ഈ ലൈറ്റും ഒക്കെ കൊണ്ട് നമുക്ക് വേറെ ലിപ്സ്റ്റിക്കിന് ഇപ്പോൾ എന്ത് കളറാണെങ്കിൽ പോലും അത് മനസ്സിലാവില്ല. പുറത്തിറങ്ങി കഴിഞ്ഞത് വേറൊരു കളറ്. അപ്പം ഞാൻ ഈ പേപ്പറിൽ എഴുതി വെച്ച മൊത്തം എന്തൊക്കെ വാങ്ങിക്കാനുള്ളതെന്ന് എഴുതി വെച്ചാൽ ഞാൻ അവിടെ ചെന്നാലൊക്കെ മറക്കും. അപ്പം അതുകൊണ്ട് എഴുതി വെച്ചിട്ടാണ് പോണത്. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടോക്കെ, അപ്പം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചെന്ന് അറിയാം.
ഗൈസ് അപ്പോൾ ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്നൊക്കെ ഉണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ എന്ത് ചൂടാന്ന് വെച്ചിട്ടുണ്ടല്ലോ. എ സിയിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തീരെ പറ്റണില്ല. ഇതിപ്പോൾ സമയം ഒരു 4 മണി 4:30 ഒക്കെ ആയിട്ടുണ്ടാവും. എന്നാൽ പോലെ എന്തൊരു ചൂടാ. എന്തായാലും എൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ ഞാൻ കൈവീശി നടക്കല്ല നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഈ ചൂടത്ത് ചായ തന്നെ കുടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചായ കുടിക്കാൻ കയറി. അപ്പം ഞാൻ കുടിച്ച കോഫി അമ്മയ്ക്കും അനിയത്തിക്കും വാങ്ങിച്ചിട്ടുള്ളത് ചെറും ചായ മാത്രം. ഓക്കെ, അവരതാ കുടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും കോഫി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയുള്ള സ്ഥലമാണ്. മെയിൻ ഇതിൻ്റെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പൊടി ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ കയറിയപ്പോൾ മുതൽ തുമ്മൽ തുടങ്ങി. എന്തായാലും കുഴപ്പമില്ല, കുറച്ച് ചായ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ച് നേരെ. ഇനിയിപ്പോൾ ഒന്നുമില്ല, മൊത്തം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം. അപ്പോൾ എന്തായാലും എന്നത്തെ പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുത്തുള്ള ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അതിലെന്തായാലും കയറിയിട്ടുണ്ട്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6:30 ആ ടൈം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.